ഇന്നത്തെ ചിന്തയ്ക്ക് അധിക സമയമൊന്നും എടുക്കുന്നില്ല. ഞാൻ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ദൈവം പറഞ്ഞ ഒരു ദൂത് കൈമാറി കടന്നു പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. 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 ഒരു സ്തോത്രം കൂടെ പറയാമോ? ഹല്ലേലൂയ. ഈ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. കുഞ്ഞുങ്ങളും മുതിർന്നവരും, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ. ജോണെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുറച്ചു നേരം, നമ്മളൊരു 15-20-25 മിനിറ്റേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ ആരും ഇനി ഇടയ്ക്ക് ഇറങ്ങി നടക്കരുത്. എല്ലാവരോടും കൂടെ പറയുന്നത്, ഇടയ്ക്ക് മൂത്രമൊഴിക്കാനോ മറ്റു പരിപാടികൾക്കൊന്നും പോകരുത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഈ ഭാഗം പറയുന്ന സമയം ഏതാണെന്ന് അറിയാമോ? ശിഷ്യന്മാർ, അതിന്റെ 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പാസ്റ്റർ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഞാൻ കടന്നു വരുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണമെന്നാ പറയുന്നതെന്ന് അറിയാമോ? യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഭാഗം പറയുന്നതിന് മുമ്പ്, അതിനു മുമ്പുള്ള 1-2 ഭാഗങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തിലേക്ക്, ഇതിന്റെ ആ പശ്ചാത്തലം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. യേശു 9-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു തന്റെ 12 ശിഷ്യന്മാരെ 12 വിളിച്ചിട്ട് ഭൂതങ്ങളുടെ മേൽ അധികാരം, സകല വ്യാധികളും സൗഖ്യപ്പെടുത്തുവാനുള്ള അധികാരം എന്നിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുക എന്നിങ്ങനെ ഇത്യാദി കാര്യങ്ങൾ ആരെ ഏൽപ്പിക്കുന്നുണ്ട്? 12 ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ വിട്ടേക്കുക. അതിനുശേഷം രണ്ടാമത് വേറെ 70 പേരെ 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചോ, എടുത്തു വെച്ചോ, വായിക്കണ്ട. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 10-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വേറെ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് കുറച്ച് കമാൻഡ്മെന്റ്സ് കൊടുത്തിട്ട് പറയുക, ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും സുവിശേഷം അറിയിക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇത് രണ്ടും ലഭിച്ച ശിഷ്യന്മാർ 11-ാം അധ്യായത്തിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ ഞങ്ങളെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ എന്താന്ന്? രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരമുള്ള ശിഷ്യന്മാർ ദൈവത്തോട് പറയുക, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വളരെ വലിയൊരു പോയിന്റാ, വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് അവർക്ക് രോഗസൗഖ്യം വരാൻ വേണ്ടി, ഇപ്പൊ ഞാൻ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുക, എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? എന്തോ ഒരു ഭോഷനായ ഒരു പാസ്റ്ററായത്. ഈ പുള്ളി കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഈ പുള്ളിയുടെ നിഴലടിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് എന്തറിയത്തില്ല? പ്രാർത്ഥിക്കാൻ അറിയില്ല. ശിഷ്യന്മാർ കർത്താവിനോട് പറയുക, ഈ വരങ്ങളൊക്കെ ഞങ്ങളുടെ മേലുണ്ട്, ഞങ്ങൾ കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും, പക്ഷേ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആമേൻ, ആമേൻ. അതിന്റെ ഒരു മർമ്മം ഞാൻ അങ്ങോട്ട് പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂതങ്ങളെ പുറത്താക്കുന്നതിലും രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിലും അപ്പുറം വലുതാണ് പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ടോ? രോഗികൾ സൗഖ്യപ്പെടുന്നതിലും, എന്റെ കൈ കൊണ്ട് രോഗികൾ സൗഖ്യപ്പെടുന്നതും, എന്റെ നിഴലടിച്ചു ഭൂതങ്ങൾ പുറത്താകുന്നതിലും അപ്പുറം ശക്തിയാണ് പ്രാർത്ഥനയ്ക്ക്. അതെന്തുകൊണ്ടാ പറയുന്നതെന്ന് അറിയാമോ? രോഗികൾ സൗഖ്യപ്പെട്ട എനിക്ക് വലിയ മാറ്റമുണ്ടോ അപ്പാ? ഇല്ല.
ഞാൻ കൈവെക്കുന്നു, ഞാൻ ജോബിന്റെ മേൽ കൈവെക്കുന്നു, ജോബിൻ സൗഖ്യമാകുന്നു. ജോബിന് മാറ്റമുണ്ട്, എനിക്ക് മാറ്റമില്ല. ശരിയല്ലേ? ഞാനൊരു ഭൂതത്തെ പുറത്താക്കുന്നു, അവന് മാറ്റമുണ്ട്, എനിക്ക് മാറ്റമില്ല. സകല കൃപാവരങ്ങളും സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി കൊടുക്കുമ്പോ പ്രാർത്ഥന ഒരു മനുഷ്യനെ മാറ്റുന്നതാ, അവനെ മാറ്റുന്നതാ. പ്രാർത്ഥന എന്നെയും എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റുന്ന. മറ്റു കൃപാവരങ്ങളൊക്കെ മറ്റുള്ളവരെ മാറ്റുമ്പോ പ്രാർത്ഥന എന്നെയും എന്റെ സ്വഭാവത്തെയും എന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കുന്നതാണ്. തെളിവ് ഞാൻ തരാം. 12 ശിഷ്യന്മാരെ വിളിച്ച് ഈ അധികാരമൊക്കെ കൊടുത്ത് അവര് പോയിട്ട് മടങ്ങി വന്നു കഴിയുമ്പോ ഒരു സംഭവം നടക്കുന്നുണ്ട്. 9-ാം അധ്യായം അതിന്റെ പകുതി വരുമ്പോ 20 22 വാക്യങ്ങൾ വരുമ്പോ യേശു 3 പേരെ വിളിച്ചിട്ട് 3 പേരെയും കൊണ്ട് മലമേൽ പ്രാർത്ഥിക്കാൻ, വാക്ക് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കാൻ മലമേൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, മറ്റവന്മാർ പകുതി ഉറക്കത്തില. 3 പേരും. വായിച്ചാൽ മതി നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് വളരെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എഴുതി വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം അറിയാമല്ലോ എങ്ങനെയാ കൃത്യമായും എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഒന്നാ ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് എഴുതി വെച്ചിരിക്കുക. അവിടെ 3 പേർ പകുതി ഉറക്കത്തിൽ ഇരുന്നപ്പോൾ യേശു ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവന്റെ ഭാവം മാറി. എഴുതി വെച്ചിരിക്കുക, പ്രാർത്ഥിച്ചവന്റെ ഭാവം മാറി. അവന്റെ ഉടുപ്പ് വെള്ളയായി തീർന്നു. അവന്റെ അവസ്ഥകൾക്ക് മാറി. അവൻ ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്നു. ആത്മീകമായ 3 പേർ 2 പേരുടെ കൂടെ വന്നു. മോശയും ഏലിയാവും. അവന്റെ ശക്തി തേജസ്സിൽ അവർ കണ്ടു പാതി ഉറക്കത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? യേശുവും ഭൂതങ്ങളെ പുറത്താക്കിയതാ, രോഗികളെ സൗഖ്യപ്പെടുത്തിയതാ. അപ്പോഴൊന്നുമില്ലാത്തൊരു മാറ്റം യേശുവിൽ എന്തുണ്ടായെന്നറിയാമോ? പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ അകത്തു മാറ്റമുണ്ടായി. രൂപം മാറി, ഭാവം മാറി, സ്വഭാവം മാറി, കൂട്ടായ്മ മാറി. ആമേൻ. ഇന്ന് വൈകിയ വേളയിൽ എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുക, മറ്റെല്ലു വരങ്ങളെക്കാളും അപ്പുറം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം. ഇന്ന് പല ശുശ്രൂഷകന്മാരും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ വരുമ്പോ മറ്റു കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ ആരെയും കുറ്റം പറയില്ല. പ്രാർത്ഥന എന്നെ ചേഞ്ച് ചെയ്യുന്ന, എന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുത്തുന്നതാ, എന്റെ നിലവാരത്തിന് മാറ്റം വരുത്തുന്നതാ, എന്റെ കൂട്ടായ്മയ്ക്ക് മാറ്റം വരുത്തുന്നതാ പ്രാർത്ഥന. ഇത് കണ്ട 3 പേർ താഴെ ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നുണ്ട് കേട്ടോ, ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട്, മറ്റെല്ലാത്തിനേക്കാളും അപ്പുറമായി പ്രാർത്ഥനയിൽ ഇവൻ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട്, ഇവൻ അപ്പനോടുള്ള ഇടപെടൽ ഇവൻ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നത് ഇവർ മാറി നിന്ന് നോക്കി. സംഭവം ശരിയാ. പ്രാർത്ഥനയിൽ അവന്റെ രൂപം മാറുന്നുണ്ട്, പ്രാർത്ഥനയിൽ അവന്റെ ഭാവം മാറുന്നുണ്ട്, പ്രാർത്ഥനയിൽ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നുണ്ട്, പ്രാർത്ഥനയിൽ അവന്റെ ആത്മശക്തിക്ക് മാറ്റം വരുന്നുണ്ട്, പ്രാർത്ഥനയിൽ അവന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഇത് കണ്ട ശിഷ്യന്മാർ പറയാ, കർത്താവേ, ഇതിനെല്ലാം അപ്പുറമായി, രോഗസൗഖ്യവരത്തിനപ്പുറമായി, ഭൂതങ്ങളെ പുറത്താക്കുന്നതിനപ്പുറമായി നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആമേൻ. ഇതിനപ്പുറമായി, ഇതെല്ലാം ഉള്ളവർ പറയാ, ഇതിനപ്പുറമായി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന, ക്രമപ്രകാരമുള്ള പ്രാർത്ഥന എന്നെ മാറ്റും. എന്നെ കൊണ്ട് കഴിയാതിരുന്ന പലതിനെയും പ്രാർത്ഥന മാറ്റും. നിന്റെ ഭാവം മാറും, നിന്റെ ശരീരം മാറും, നിന്റെ ചിന്തകൾ മാറും, നിന്റെ വിചാരങ്ങൾ മാറും, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ പ്രാർത്ഥന മാറ്റും. എനിക്കറിയാം, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ എക്സ്പീരിയൻസ് എടുത്തു പറയാൻ കഴിയും. പ്രാർത്ഥന എന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥന എന്റെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥന എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥന എന്റെ ഭാര്യയുടെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥന എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും അതിനേക്കാൾ വലുതായി നാം മറ്റു പലതിന്റെയും പുറകെ പോയിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന ശക്തിയുള്ളതാ. പ്രാർത്ഥന രൂപത്തെ മാറ്റുന്നതാ, ഭാവത്തെ മാറ്റുന്നതാ. ആമേൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് വളരെ വേഗത്തിൽ, ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ച വരത്തുള്ളൂ, എങ്കിലും ഞാൻ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിച്ചു നിർത്തുവാൻ ആഗ്രഹിക്കുക. ഇവിടെ 9-ാമത്തെ വാക്യം, 9-ാമത്തെ അധ്യായവും 10-ാമത്തെ അധ്യായവും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും
അവരെ അയച്ചു. വായിച്ച് ശ്രദ്ധിച്ചോ. 12 അടുത്ത് വിളിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും അധികാരം കൊടുത്ത് അവരെ അയച്ചു. യേശുവിന് മുമ്പായി ഈ 2 പേരായി അയച്ചു. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാമത്തെ വാക്യം ഒന്നെടുക്കാമോ? ഞാൻ ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യണമല്ലോ. 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം കർത്താവ് വേറെ, ആ വാക്ക് ശ്രദ്ധിക്കണം, വേറെ 70 പേരെ, പൗലോസ് പോലെ ക്രമമായി എഴുതി വെച്ചിരിക്കുക, വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ 2ആയി അയച്ചവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോ അവിടെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലത്തെ 1-ാമത്തെ പ്രധാന കാര്യം 3-ാമത്തെ വാക്യത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അത് മുമ്പ് പറഞ്ഞിട്ടില്ല. 9-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ല. പറയാതെ 12 പേരെ അയച്ചപ്പോൾ അത് പറഞ്ഞില്ല. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത ചില കാര്യങ്ങൾ, അവരെ അയച്ചപ്പോൾ പറയാതിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ 70 പേരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ ആ വീടിന് സമാധാനമെന്ന് ആദ്യം പറയും. ആ വാക്ക് ശ്രദ്ധിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ ആ വീടിന് സമാധാനമെന്ന് ആദ്യം പറയണം. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോ ആദ്യം പറയേണ്ടത്, എടി ഈ സാരി എവിടുന്നാ എടുത്തെന്നല്ല ചോദിക്കേണ്ടത്. ഈ സാരിയുടെ കളർ എന്നാ, ഇതിന്റെ വില എന്നാ, അല്ലേ? അങ്ങനല്ലേ ചോദിക്കുന്നത്. ഈ വീടിന് എത്ര രൂപയായി? നമ്മൾ ആദ്യം ചെല്ലുമ്പോ, അല്ല ജോബിനെ, നമ്മൾ ആദ്യം ചെല്ലുമ്പോ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഒരു മർമ്മത്തിലേക്ക് കടക്കുക. കാരണം നമ്മൾ പലരുമായിട്ടാണ് ഇടപെടുന്നത്. പല തരത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപെടുന്നത്. ഇടപെടുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ആടുകളെ പോലെ അയക്കുന്നു. നിങ്ങൾക്കറിയില്ല ചെന്നായാണോ ആടാണോ നിങ്ങൾ ചെല്ലുന്ന വീടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേർക്ക് കടി കേൾക്കുന്നുണ്ട്. മറ്റ് പോയ 12 പേര് വീണുപോയി. ഞാൻ തെളിവ് തരാം. 12 പേര് പോയത് ചെന്നായാണോ ആടാണോ എന്ന് തിരിച്ചറിയാണ്ട് വീണുപോയി. തെളിവ് തരാം. 10-ാം അധ്യായത്തിൽ അവരെ അയച്ചു. അവർ പോയി തിരിച്ചു വന്ന ആദ്യം അവരെ കൂട്ടായ്മയ്ക്ക് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരിരുന്ന് ഉറങ്ങി. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 9-ാം അധ്യായം അതിന്റെ പകുതിക്ക് വരുമ്പോൾ അവിടെ തേജസ്സിന്റെ വലിയ കൂട്ടായ്മ നടക്കുക, വലിയ റിവൈവൽ നടക്കുക. ഈ രോഗസൗഖ്യവരവും ഭൂതങ്ങളെ പുറത്താക്കുന്ന വരവുമുള്ള അച്ചായൻ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് ഉറങ്ങിയെന്നു. പകുതി വായിച്ചു നോക്ക് നിങ്ങൾ. 10-ാം അധ്യായം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 26-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 28 പത്രോസും 32-ാമത്തെ വാക്യം, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. അതായത് ഈ ശുശ്രൂഷയുണ്ടായിരുന്ന ദൈവദാസന്മാർ, ഒരിക്കൽ ദൈവം ഭരമേൽപ്പിച്ചിരുന്ന ശുശ്രൂഷയുണ്ടായിരുന്ന ദൈവദാസന്മാർ തേജസ്സിന്റെ ശുശ്രൂഷയിൽ ഉറങ്ങിപ്പോയെന്ന്. യോഹന്നാനും അല്ലെ, മോശയും ഏലിയാവും കർത്താവും ഒരുമിച്ച് തേജസ്സിൽ ശക്തമായ സ്പിരിച്വൽ കോൺഫറൻസ് നടക്കുമ്പോ അധികാരം കൈമാറിയ 3 പേര് പകുതി ഉറക്കത്തിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പകുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ പുള്ളി എന്തൊക്കെയോ അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. 33-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം ആർക്കെങ്കിലും ഉറക്കെ. 9-ാം അധ്യായം 33-ാം വാക്യം. എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം, താൻ പറയുന്നത് ഇന്നതെന്നറിയാതെ. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയോ വിളിച്ചു പറയുക. അഭിഷേകം ഉണ്ടായിരുന്ന ദൈവദാസന്മാരാ. ഇപ്പൊ പറയുന്നത് എന്താ, പ്രവർത്തിക്കുന്നത് എന്താന്ന് തന്നെത്താൻ പോലും അറിയാൻ പറ്റുന്നില്ല. അഭിഷേകത്തോടെ പട്ടണങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, രോഗികളെ സൗഖ്യപ്പെട്ടവർ, പെടുത്തിയവർ, തേജസ്സിന്റെ ഒരു കൂട്ടായ്മ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ വയ്യ. നമ്മൾ എന്താ പറയുന്നെന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ടു പോയെന്ന്. എന്താ പറയുന്നെന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ടു പോയി, അല്ലെ? ഇനിയും തീർന്നില്ല.
അതിനുശേഷം രോഗികളെ സൗഖ്യമാക്കാനുള്ള ഉണ്ടായിരുന്നല്ലോ, ശരിയല്ലേ? ഈ ഭാഗം കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വായിക്കുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുക, ഒരു പിതാവ് മകനെയും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് കടന്നു വരിക. യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് പോയി സൗഖ്യമാക്കാൻ വേണ്ടി, അവരെ കൊണ്ട് പറ്റിയില്ലെന്നു. അധികാരമുള്ളവരെ കൊണ്ട് പറ്റിയില്ലെന്നോ? യേശു അധികാരം കൊടുത്തതല്ലേ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ. ഈ അധികാരമുള്ളവന് ഇപ്പൊ പറ്റിയില്ലെന്നോ? അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ അധികാരമുള്ളവരെ കൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെന്ന്. ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങള് ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം അധികാരം കൊടുത്തു വിട്ട 12 പേരെ കുറിച്ച് പറയുക. അവർ സൗഖ്യമാക്കി മടങ്ങി വന്ന് കഴിഞ്ഞപ്പോ അവർക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടായെന്ന്, അവരുടെ ജീവിതത്തിലെ സമാധാനം പോയെന്ന്, അവരുടെ ബോധം നഷ്ടപ്പെട്ടെന്ന്, അവർക്ക് സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്ന് അടുത്ത വാക്ക് എഴുതി വെച്ചിരിക്കുക. അവരുടെ ഇടയിൽ തർക്കോ അടിയോ ഉണ്ടായെന്ന്. ഞങ്ങളിൽ ആരാ വലിയവൻ എഴുതി വെച്ചിരിക്കുക. അവിടെ ഞങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ള തർക്കം അതിനിടയിൽ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? ഈ അഭിഷേകത്തിന്റെ നിറവിൽ പോയവർക്ക് എന്താ സംഭവിച്ചത്? ഈ അഭിഷേകത്തിന്റെ ശക്തിയിൽ ഇറങ്ങിയവർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ സമാധാനം പോയി, അവരുടെ അഭിഷേകം പോയി, അവരുടെ പ്രാർത്ഥന പോയി, അവരുടെ വിഷൻ പോയി. അവർ ഹല്ലേലൂയ അടിയുണ്ടാക്കാൻ തുടങ്ങി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആരാ വലിയവൻ? സാഹികെട്ട് കർത്താവ് പറയാ, നീയൊന്നും ആരാ വലിയവൻ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ഈ കൊച്ചിനെ കൊണ്ട് വായിച്ചായിരുന്നോ ഭാഗം? താഴോട്ട് വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവിടെ എഴുതി വെച്ചിരിക്കുക, ഈ പൈതലിനെ കൊണ്ട് നീയൊക്കെ ചെയ്തതിന് അപ്പുറം ഞാൻ ചെയ്യിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളുടെയൊക്കെ കഴിവുകൊണ്ടാ, എന്റെയൊക്കെ കഴിവുകൊണ്ടാ, എന്റെ മേലുള്ള വലിയ എന്താ പറയാ, എനിക്കുള്ള എന്തോ ഒരു ക്വാളിറ്റി ഉണ്ടാ ഈ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നെന്ന് വിചാരിക്കും. പക്ഷേ ഈ നിൽക്കുന്ന കൊച്ചിനെ കൊണ്ട് നീയൊക്കെ ചെയ്തതിൽ അപ്പുറം ഞാൻ ചെയ്യിക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുക, നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞല്ല, വേദപുസ്തക വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പൈതലിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവനെ ഞാൻ കൈക്കൊള്ളുന്ന പോലെ അവന്റെ കൂടെ ഇരിക്കുമെന്ന്. അതായത് ഇവൻ എന്തു പറഞ്ഞാലും അത് നടക്കുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നത് പോലെ അവൻ ചെയ്യുമെന്ന് മറ്റവന്റെ അടുത്ത്. അതായത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശുശ്രൂഷിക്കാൻ നമ്മളൊന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ശുശ്രൂഷിക്കാൻ നമ്മളൊന്നും വേണമെന്നില്ല. കർത്താവ് കുഞ്ഞുങ്ങളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും. കുഞ്ഞുങ്ങളെ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താവും, കുഞ്ഞുങ്ങളെ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. എന്തിനേറെ പറയുന്നു, ഒരു കഴുതയെ കൊണ്ടുപോലും പ്രവചിപ്പിച്ചവരല്ല നമ്മുടെ കർത്താവ്. നമ്മൾ ആരും വലിയവരല്ല, നമ്മുടെ മേലൊന്നും അത്ര വലിയ, നമുക്കാർക്കും അത്ര വലിയ കഴിവുള്ളവരൊന്നുമല്ല. കൃപ 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 അത് മാത്രം കൊണ്ട് നിൽക്കുന്നവരാ നമ്മൾ. ആരും ഉയരരുത്, ആരും ആരെക്കാൾ വലിയവരല്ല, ആരും ആരെക്കാൾ താഴ്ന്നവരുമല്ല. അതുകൊണ്ട് കർത്താവ് പറയുക, നീ ഇല്ലെങ്കിൽ എന്നിട്ട് അടുത്ത എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ 12 പേരെ അങ്ങോട്ട് മാറ്റി വായിച്ചോ. 10-ാം അധ്യായത്തിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. വേറെ 70 പേരെ ഷോ എന്ന് പറഞ്ഞ ഞാൻ ചിലപ്പോ ചിന്തിക്കും, ഞാനില്ലെങ്കിൽ ഇവിടെ അയർലൻഡിൽ ഡുലീക്കിൽ ഉണർവൊന്നും നടക്കത്തില്ല അല്ലെ? ഈ 12 പേരും വിചാരിച്ചിരുന്ന എന്താണെന്നറിയാമോ? യേശുവിന്റെ കൂടെ ആദ്യം വന്നവരാ ഞങ്ങള്, ഈ ചർച്ചിന്റെ തുടക്കം മുതലുള്ളവരാ ഞങ്ങളില്ലാണ്ട് ഇവിടെ ഒരു ഈച്ച പോലും പാറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ഒരു ശുശ്രൂഷ നടക്കത്തില്ല, ഞങ്ങളില്ലെങ്കിൽ ഇവിടെ രോഗസൗഖ്യം നടക്കത്തില്ല, ഞങ്ങളില്ലെങ്കിൽ ഇവിടെ അഭിഷേകം നടക്കത്തില്ല. ഒരു ധാരണ അവരുടെ അകത്ത് കടന്നുകൂടി. അവിടെ എഴുതി വെച്ചിരിക്കുക, വേറെ 70 പേരെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? 12 പേർക്ക് പകരം വേറെ 70 പേരെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. 12 പേരെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ 70 പേര്. എത്ര മടങ്ങ് കൂടുതലാ! 12 പേര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളില്ലെങ്കിൽ സഭ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് 12 പേർക്ക് പകരം മുന്നമേ വേറെ 70 പേരെ തിരഞ്ഞു വെച്ചിരുന്ന കർത്താവ്. ആമേൻ, ആമേൻ. നമ്മളാരും ഒന്നും അല്ലെന്നേ. നാളെ ഷോയിൽ എന്ന് പറഞ്ഞ ആള് അവിശ്വസ്തനായി കണ്ടാൽ എനിക്ക് വരെ വേറെ 30 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇവിടെ കാണുന്ന ആരും വലിയ ആൾക്കാരല്ലെന്നേ. കർത്താവിന്റെ വേല ഇവിടെ മുമ്പോട്ട് പോകാൻ കർത്താവ് ശക്തരായ ദൈവദാസന്മാരെ ഇതിനു മുമ്പേ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും നീയും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാ ഇതിനകത്തിലെ പ്രധാന കാര്യം. ഞാനും നിങ്ങളെ വിശ്വസ്തരോടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാ ഇതിനകത്തിലെ ഏറ്റവും പ്രധാന കാര്യം. പലരും അവിശ്വസ്തരായി വീഴുമ്പോഴും പേടിക്കണ്ട. അയ്യോ അയാൾ വലിയ ശുശ്രൂഷകനായിരുന്നല്ലോ, പുള്ളി വീണു പോയില്ലേ, പേടിക്കരുത്. അതിനപ്പുറത്ത് 3 ഇരട്ടി 12 ഇരട്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
ഒരുവൻ വീണ 10 എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇനി എങ്ങനെ ഇവർ വീണു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ഈ 12 പേർക്ക് എന്ത് സംഭവിച്ചു അല്ലെ? പ്രത്യക്ഷമായി നോക്കിയാൽ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ശ്രദ്ധിച്ചത് നോക്കണം. അതിനാ കർത്താവ് രണ്ടാമത് പറഞ്ഞത്, ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ വിടുന്നു. ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം നിങ്ങൾ പറയേണ്ടത് ആ വീടിന് സമാധാനം പറയണം. എന്തുകൊണ്ട്? എന്റെ ക്വസ്റ്റ്യൻ അവിടെ ആരംഭിച്ചത്. ഈ കഴിഞ്ഞ 21 ദിവസം വീട്ടിലിരുന്നപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാ അങ്ങനെ പറയുന്നത്? നീ മറ്റിടത്ത് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇവിടെ പറയുന്നു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ആ വീടിന് സമാധാനം പറയണം. മറ്റെന്ത് തുടങ്ങുന്നതിന് മുമ്പ്, കുശലാന്വേഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നീ ചെല്ലുന്ന വീട്ടിൽ യേശുവിന്റെ നാമത്തിലുള്ള സമാധാനം നീ കൊടുക്കണം. ഞാൻ ചോദിച്ചു എന്തിന്? ഫസ്റ്റ് എന്തിനാ അത് പറയണത്? ആദ്യം ചെല്ലുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള സമാധാനത്തിന് പകരം നമ്മൾ ആദ്യം പറയേണ്ടത് എന്തുണ്ട് വിശേഷം? നമ്മളെ ചോദിക്കുന്നതല്ലേ എന്തുണ്ട് വിശേഷം? പെന്തിക്കോസുകാരെ കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, പ്രൊഫഷണൽ ആയിട്ട് പ്രൈസ് ദി ലോർഡ് അല്ലേ? പെന്തിക്കോസുകാരോട് മാത്രമല്ല പറയത്തുള്ളൂ അല്ലേ? വേറെ ആരോടെങ്കിലും പറയോ? പറയാൻ നാവ് പൊങ്ങുവോ? ഒരു ഹൈന്ദവനോട് പോയി പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ നാവ് പൊങ്ങുവോ? പൊങ്ങത്തില്ലെന്ന് എനിക്കറിയാം. കാര്യം പേടിയാ. അവൻ എന്ത് വിചാരിക്കും? ഞാൻ ഓവർ വിശ്വാസിയാണെന്ന് വിചാരിക്കുമോ? അങ്ങനെയുള്ള പേടിയാ. പക്ഷേ ദൈവം പറയാ, ഇസ്രായേലിൽ അവരാദ്യം പറയുന്ന വാക്ക് ഏതാണെന്നറിയാമോ? ഷാലോം. അവരാദ്യം പറയുന്ന വാക്ക്, തമ്മിൽ കാണുമ്പോൾ പറയുന്ന വാക്ക് ഷാലോം. അത് കോപ്പി അടിച്ച് നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ സലാം എന്ന് പറയും. അവരാരെ കണ്ടാലും പറയും. മനസ്സിലാവുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. അത് ക്രിസ്ത്യാനിയും മുസ്ലിമിന് മാത്രമാണോ പറയുന്നത്? ആരെ കണ്ടാലും പറയും. പക്ഷെ വിശ്വാസിയായ നമ്മൾ ഇത് പറയുന്നില്ല. എന്തുകൊണ്ട് പറയാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൽ മറ്റു പലരുമായി ഇടപെടുന്നവരാ. ശരിയല്ലേ? പല ജാതി, പല മത, പല വിശ്വാസികളുമായിട്ട് ഇടപെടുന്നവരാ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളെല്ലാം മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരാണല്ലോ. ഒരു രോഗിയുമായി ഇടപെടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇടപെടുന്നത്? നേഴ്സസെ പറഞ്ഞു തന്നു. നിങ്ങളൊരു പകർച്ചവ്യാധിയുള്ള രോഗിയുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇടപെടും? ചുമ്മാ പോയി കൈ കൊണ്ട് വെറും കൈയാളാണോ ചെയ്യുന്നത്? നിങ്ങൾ ഗ്ലൗ ഇടും, PPE കിറ്റ്സ് ഉണ്ടെങ്കിൽ PPE കിറ്റ്സ് ഇടും അല്ലേ? മാസ്ക് ധരിക്കണമെങ്കിൽ മാസ്ക് ധരിക്കും. അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ രോഗിയെ തൊടത്തുള്ളൂ. അതിലും വളരെ സീരിയസ് ആയിട്ടായിരിക്കണം ദൈവികമല്ലാത്ത ഒരുത്തനുമായിട്ടുള്ള ഇടപാട്. മനസ്സിലാവുന്നുണ്ടോ? അതിലും വളരെ സീരിയസ് ആയിട്ടായിരിക്കണം ദൈവികമല്ലാത്ത ഒരാളുമായിട്ടുള്ള ഇടപെടൽ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും ജോബിനും ഒക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമുണ്ട്. ഞാൻ എവിടെ പ്രാർത്ഥിക്കാം, കുടുംബ പ്രശ്നം തീർക്കാൻ പോയാ, പ്രാർത്ഥിക്കാൻ പോയാ അത് ചെറിയ വിഷയമായിരിക്കും, ഒരു വിഷയവും കാണത്തില്ല. അതേ സാധനം നമ്മുടെ വീട്ടിൽ കാണാം. അപ്പം നിങ്ങൾ പലരും പറയും ഇത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ, മറ്റാർക്കും ഇത് ഇല്ലല്ലോ എന്ന്. മറ്റാർക്കും ഇല്ലല്ലോ എന്ന് വരില്ല. ചെന്നായ്ക്കളുമായി ഇടപെടുമ്പോൾ പ്രശ്നം വരത്തില്ല. ആട്ടിൻകുട്ടികൾ ചെന്നായ്ക്കളുമായി ഇടപെടുമ്പോൾ പ്രശ്നം വരും. മനസ്സിലാവുന്നുണ്ടോ? ചെന്നായും തമ്മിൽ ഇടപെട്ടാൽ, പിശാചിനോട് തന്നെ ഛിദ്രിച്ചാൽ അവന്റെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുമോ? നാം ചെന്നായല്ല, ചെന്നായിൽ നിന്ന് അവന്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച് ആട്ടിൻകൂട്ടങ്ങളായി മാറിയവരാ നമ്മൾ. ആട്ടിൻകൂട്ടങ്ങൾ ചെന്നായ്ക്കളോട് ഇടപെടുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ആട്ടിൻകുട്ടികളാ, നമ്മൾ ആട്ടിൻകൂട്ടങ്ങളാ. നമ്മൾ ജയിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ചെന്നായ്ക്കളെയാ ജയിക്കേണ്ടത്. അപ്പൊ ഒരു ബൈറ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആരോട് ഇടപെടുമ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇന്നൊന്ന് ഡയറിക്കകത്തിൽ പോയി എഴുതി വെച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം കാരണത്തിന്റെ പുറകിൽ ഒരു കടിയുണ്ടാകും, ചെന്നായുടെ കടിയുണ്ടാകും. നമ്മൾ ആരോട് ഇടപെട്ടാലും, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഇപ്പൊ വിചാരിക്കും ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം ഭയങ്കര ആട്ടിൻകൂട്ടങ്ങളാണെന്ന് വിചാരിക്കും. തെറ്റിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഇത് ഓപ്പണായി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. അഭിപ്രായ വ്യത്യാസം, സമാധാനം, ഞാൻ ഈ പറഞ്ഞ അടിയല്ല, സമാധാനക്കുറവ് അല്ലെ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോ, അല്ലെങ്കിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു സമാധാനക്കുറവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോ ഒരു സമാധാനക്കുറവ് അല്ലെ? ഈ 11 വർഷങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനക്കുറവില്ലേ? ആ സമാധാനക്കുറവ് പുള്ളി എന്നോട് പറഞ്ഞു, ഈ പാസ്റ്ററിന്റെ വീട്ടിൽ ഇത് തന്നെയാ പരിപാടി. പുള്ളി പൂരം അടിയാണ്, ഭാര്യയായിട്ട് ഭയങ്കര അടിയാണ്. ഇടയ്ക്ക് ഭാര്യ ഇറങ്ങി പോവും,
പിന്നെ ഭാര്യ കയറി വരും, പിന്നെ ഇടയ്ക്ക് ഭർത്താവ് ഇറങ്ങിപ്പോവും, പിന്നെ ഭർത്താവ് കയറി വരും. ഇത് തന്നെയാണ് ഈ പാസ്റ്ററുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ ഒരു പ്രോട്ടോടൈപ്പ് എൻ്റെ വീട്ടിൽ വന്നതുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? ഞാൻ ഒരാളോട് ഇടപെടുമ്പോൾ എനിക്ക് ഇടപെടാതെ ഓടാൻ പറ്റത്തില്ല. കാരണം ദൈവം എന്നെ തിരഞ്ഞെടുത്ത, നമ്മളെല്ലാം തിരഞ്ഞെടുത്ത ആട്ടിൻകൂട്ടങ്ങളെ പോലെ ഈ ചെന്നായ്ക്കളെ മാറ്റി, ചെന്നായ്ക്കളെ ജയിച്ച് ആട്ടിൻകുട്ടികളാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. പക്ഷെ പലപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുമ്പോ കടിയേൽക്കാറുണ്ട്, അല്ലേ? പലപ്പോഴും പലരുമായിട്ട് ഇടപെടുമ്പോ കടിയേൽക്കാറുണ്ട്. കടിയേക്കുന്നില്ലെങ്കിൽ നമ്മളും ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാകട്ടോ. വരുവാനിരിക്കുന്ന ആസന്നമായ നാശത്തിലെ അവസാനിക്കത്തുള്ളൂ വേദവസ്തം പറയുന്നത് പോലെ നമ്മൾക്ക് അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും ചെന്നായുടെ ഭാഗമാണ്, ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമല്ല. ഇപ്പൊ ഈ ആട്ടിൻകൂട്ടം ചെന്ന് ചെന്നായ്ക്കളെ മാനസാന്തരപ്പെടുത്തുമ്പോ കടിയേൽക്കാതെ സൂക്ഷിക്കണം. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളുണ്ട്. നമ്മളൊരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോ ആ വീട്ടിലെ ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരരുത്. എനിക്ക് നാട്ടിലൊരു പാസ്റ്ററെ അറിയാം. ആ പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ വിടുതലുണ്ട്, പ്രവചനമൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഏത് വീട്ടിൽ ചെന്നാലും, പുള്ളിയുടെ വീട്ടിൽ ആര് ചെന്നാലും അന്ന് വൈകുന്നേരം തൊട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് അവരുടെ തലമുറയ്ക്ക് ഭയങ്കര രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും. കാരണം പുള്ളിയുടെ വീട്ടിൽ അത് തന്നെയാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ മറ്റവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ 12 പേർ വീണുപോയി. നമ്മൾ ആ കൂട്ടത്തിലുള്ളവരല്ല. നമ്മൾ വീണു പോകരുത്. നമ്മൾ ഇടപെടുമ്പോ വളരെ സേഫ് ആയിട്ട് വേണം എല്ലാവരോടും ഇടപെടാൻ. കടിയേൽക്കരുത്. നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ ആദ്യം ചെന്നിട്ട് വെൽക്കം എന്ന് പറയരുത്. വെൽക്കം എന്ന് പറയുമ്പോൾ കൂടുള്ള എല്ലാവരും കൂടെ, ഈ വരുന്ന ആളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് കയറും. പറഞ്ഞ മനസ്സിലായില്ല? ഈ കൂടെ വരുന്നവൻ കൂടെ കൊണ്ടുവരുന്ന സകല സാധനവും വീട്ടിനകത്തോട്ട് കയറുന്നു. നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോ സാരിയുടെ കളറോ, മേക്കപ്പിന്റെ വിലയോ, കാറിന്റെ വിലയോ, വീടിന്റെ ഭംഗിയെ കുറിച്ചോ അല്ല ആദ്യം സംസാരിക്കേണ്ടത് ഈ വീടിന് സമാധാനം, ഈ വ്യക്തിക്ക് സമാധാനം. മടിയായിച്ചിരി പറയാൻ, അല്ലെ? ഞാൻ ജോബിന് കൈ കൊടുത്തിട്ട് ജോബിന് സമാധാനം എന്ന് പറയുമ്പോ ജോബിന് എത്ര തരത്തിലുള്ള മൂർഖനാണെങ്കിലും, എത്ര തരത്തിലുള്ള ചെന്നായാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ സേഫാ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? ജോബിന് സമാധാനം, കർത്താവിന്റെ സമാധാനം ജോബിന്, കർത്താവിന്റെ സമാധാനം ജോർലിക്ക്, കർത്താവിന്റെ സമാധാനം ജോളിന്. ഇനി നിങ്ങൾ ഏത് ടൈപ്പാണെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ സമാധാനത്തിന് യോഗ്യരാണെങ്കിൽ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അവിടെ സമാധാന പുത്രനുണ്ടെങ്കിൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇഫ് someone there who promote peace, സമാധാനം പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ആ സമാധാനം ചെല്ലും. ഇനി പ്രൊമോട്ട് ചെയ്യുന്നവരല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബെനിഫിറ്റാ. അത് തിരിച്ച് മറ്റേ കൂടുള്ളവർ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. ഇവരാരെയാണോ ക്യാരി ചെയ്യുന്നത് അവൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ല. മറിച്ച് നമ്മൾ കൊടുക്കുന്ന സമാധാനം തന്നെ, ഇതൊരു സയൻസ് ആട്ടോ, ശ്രദ്ധിക്കണേ. നമ്മൾ കൊടുക്കുന്ന സമാധാനം തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന്. അതല്ലെങ്കിൽ മറ്റു പലതും തിരിച്ച് വീട്ടിലേക്കും കുടുംബത്തിലേക്കും വ്യക്തിജീവിതത്തിലേക്കും വരുമെന്ന്. അതുണ്ടാകരുത്. രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതിനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും സൗഹൃദ സംഭാഷണം നടത്തുന്നതിനും എല്ലാം മുമ്പ് പറയേണ്ട ഒരു കാര്യം, യേശുവിന്റെ സമാധാനം നടക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സമാധാനം പോകും കേട്ടോ. നമ്മൾ ആട്ടിൻകുട്ടികളാണെങ്കിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ സമാധാനം പോകും, സമ്പത്ത് പോകും, ആരോഗ്യം പോകും, സകലതും നഷ്ടപ്പെടും. നമ്മുടെ ഇടപാടുകൾ കറക്റ്റ് അല്ലെങ്കിൽ, ഇടപാടുകൾ ശ്രദ്ധിച്ചല്ലെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടും. ഇന്ന് വൈകി വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് റിമൈൻഡ് ചെയ്യുക, ആ 12 പേരെ പോലെ സകലതും ചാടിപ്പിടിക്കുന്നവരല്ല നമ്മൾ. ശ്രദ്ധിച്ച് ഒരുവനോട് ഇടപെടുമ്പോൾ, ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, ഒരാളെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ, ആരാകട്ടെ ഒരാളുടെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ കുഞ്ഞാടുകളാ, മറന്നുപോരുത്. നിങ്ങൾക്കൊരു ചെന്നായെ പോലെ ആക്രമിക്കാനുള്ള കഴിവില്ല. നിങ്ങളൊരു ചെന്നായ അല്ല. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ ആടിനെ പോലെയാ ദൈവം നമ്മളെ അയക്കുന്നത്. ഈ ലോകത്തിലുള്ളവരാ കഴിവുള്ളവർ കൂടുതലല്ലേ, ബുദ്ധിയുള്ളവർ കൂടുതൽ അല്ലേ?
അതേപോലെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഹല്ലേലൂയ സമാധാനമില്ലാത്ത പലരും ഈ ലോകത്തിലുണ്ട്. അവരുടെ അസമാധാനം എല്ലാം വലിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വെക്കരുത്. അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വലിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വെക്കരുത്. ഇടപെടുന്നവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം വലിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വെക്കരുത്. അതിനുവേണ്ടി ശക്തിപ്പെടണം, സമാധാനം കൊടുക്കണം. ഇത് വെറുതെ ചെന്ന് സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകണം. അതുകൊണ്ടാ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിലേ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്ന. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരല്ലെങ്കിൽ നമുക്ക് സമാധാനം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ സമാധാനം കൊടുത്താലേ അവൻ അതിന് യോഗ്യനാണെങ്കിൽ അവിടെ ചെല്ലും, ഇല്ലെങ്കിൽ അത് നേരെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലും. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ. നമ്മുടെ സഭയെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ. മറ്റൊന്നുമല്ല നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സമാധാനം. കൈ ഉയർത്തി ഒന്ന് പറയാമോ? കർത്താവിന്റെ സമാധാനം ഞാൻ ഇനി കൊടുക്കും. കർത്താവിന്റെ സമാധാനം ഞാൻ ഇനി കൊടുക്കും. മറ്റെന്തും പറയുന്നതിന് മുമ്പ്, മറ്റ് കാഷ്വൽ കോൺവെർസേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്, കർത്താവ് എനിക്ക് വലുത്, ദൈവമായി എനിക്ക് വലുത്, ഹല്ലേലൂയ, കർത്താവ് എനിക്ക് വലുത്, അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ സമാധാനം കൊടുക്കുന്നവൻ. ഒരു പരിധിയുള്ള രോഗങ്ങളൊക്കെ വിട്ടുമാറും. ഒരു പരിധിയുള്ള കുടുംബത്തിനകത്തുള്ള അസമാധാനങ്ങളെല്ലാം വിട്ടുമാറും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ അഴുക്കുള്ള ലോകത്തിൽ ജീവിക്കുന്ന അഴുക്ക് പറ്റരുത്. ഈ ലോകത്തിന്റെ അസമാധാനം നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക് കടന്നു വന്ന് നമ്മുടെ സമാധാനം പോകരുത്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വന്നിട്ട് സമാധാനമില്ലാത്ത ഒരു കുടുംബ ജീവിതം നയിക്കരുത്. രോഗികളായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകരുത്. അസമാധാനമുള്ള ഒരു ജീവിതം നയിച്ചു പോകരുത്. അവിടെ എല്ലാം ഒരു പ്രിക്കോഷൻ എടുത്ത് മുമ്പോട്ട് പോകും. മറ്റുള്ളവരുടെ അടുത്ത് തലേ ചുമക്കുന്നവരല്ല നമ്മൾ. മറ്റുള്ളവന്റെ കുടുംബത്തിലുള്ളത് തലേ ചുമക്കുന്നവരല്ല നമ്മൾ. കർത്താവിന്റെ സമാധാനം ചുമക്കുന്നവരാണ്. എന്ന് വൈകിയ വേളയിൽ ഞാൻ പറഞ്ഞ വാക്കിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവിക മർമ്മങ്ങളെ നിങ്ങളോട് അറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ മറ്റെല്ലാത്തിനും അപ്പുറമായി ലോകത്താലുള്ള കറകൾ പരാതെ, ലോകത്താലുള്ള മാലിന്യം ഏശാതെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഞാൻ അല്ലെങ്കിൽ വേറെ 70 പേരെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അല്ലെങ്കിൽ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് എന്നെക്കാളും ശക്തരായ വേറെ 70 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ റിസൾട്ടൂടെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു നിർത്താം. ഈ 70 പേരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ എവിടെ ചെല്ലുന്നിടത്ത് സമാധാനം പറയണം. എന്നിട്ട് നിങ്ങൾ രോഗികളെ സൗഖ്യപ്പെടുത്തണം. ബാക്കി സുവിശേഷം പറയണം. ഈ 70 പേര് മടങ്ങി വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 12 പേര് പറയാത്തത് 70 പേര് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആകാശത്ത് നിന്ന് പിശാച് മിന്നൽ പോലെ വീഴുന്നത് ഞങ്ങൾ കണ്ടു. 12 പേര് പറഞ്ഞില്ല, 70 പേര് പറയുക, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, ഞങ്ങൾ കൈവച്ചപ്പോ രോഗികൾ സൗഖ്യം. സന്തോഷത്തോടെ എഴുതിയിരിക്കുന്നല്ലേ? അവർ സന്തോഷത്തോടെ വന്നിട്ട് പറയുക, ആകാശത്ത് നിന്ന് പിശാച് ഇടി മിന്നൽ പോലെ വീഴുന്നത് ഞങ്ങളുടെ കണ്ടുകൊണ്ട്. സമാധാനം പറയുന്നോണ്ട് പ്രയോജനമുണ്ടോ? സമാധാനം പറയുന്നോണ്ട് പ്രയോജനമുണ്ടോ? സമാധാനം പറയുന്നോണ്ട് പ്രത്യേകതയുണ്ടോ? പറയണം. പറഞ്ഞാൽ നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന പിശാച് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് മിന്നൽ പോലെ വീഴുന്നത് കാണും. നിന്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന പിശാച് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് മിന്നൽ പോലെ വീഴുന്നത് കാണും. നിന്റെ തലമുറയുടെ ഭാവിക്ക് നേരെ നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ നിൽക്കുന്ന പിശാച് മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് കാണും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.